പാക് മിസൈലുകളെ നിർവീര്യവും നിഷ്പ്രഭവും ഇല്ലാതാക്കാൻ മഹാവിഷ്ണുവിൻ്റെ ദിവ്യായുധമായിരുന്ന സുദർശന ചക്രം ഉപയോഗിച്ച പാക് മിസൈലുകളെ നിർവീര്യവും നിഷ്പ്രഭവുമാക്കി. അത്രമാത്രം എന്നെ സർക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ, അവസരം കിട്ടിയ. കാരണം എന്റെ വേദങ്ങൾ പറന്ന പുണ്യഭൂമിയാണ്. അപ്പൊ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ എത്രമാത്രം വല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ച്. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ചാണകസംഖികൾ നമ്മളോടൊക്കെ പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നത്. അവരുടെ വേദങ്ങൾ പിറന്ന മണ്ണാണ്. അപ്പം അവരുടെ വേദങ്ങൾ നമ്മളോട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്നത്. അങ്ങനെ വേണം. ഇന്ത്യയിൽ ഒരു ആർജമുള്ള പെൺകുട്ടി ഉണ്ടല്ലോ, സന്തോഷം. അങ്ങനെ വേണം. പാകിസ്ഥാനോട് കൂടുതൽ താല്പര്യവും പാകിസ്ഥാന്റെ ഭൂപ്രകൃതിയും വൈവിധ്യമൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. അങ്ങോട്ട് പോട്ടെ. എന്തിനാ ഇന്ത്യ നിൽക്കുന്നത്? അസരിയു സൂര്യ ഉസ്താദ് ഒരാളുണ്ട്. ആളെ പറഞ്ഞാൽ ഏതായാലും ഞാൻ പറയാം. കാരണം എന്താ അറിയാം, അൻസാരി സൂര്യ ഉസ്താദ് ഇരിക്കുകയാണ്. അതുകൊണ്ട് ധൈര്യത്തിൽ പറയാം. ആളെ പേര് പറഞ്ഞാൽ നെട്ടരുത്. നമ്മുടെ ശശികല എന്ന വിഷകല. കാരണം ഇവരുടെ വേദഗ്രന്ഥങ്ങളെല്ലാം ഉള്ളത് പാകിസ്ഥാനിലാണ്. ഇവരുടെ വേദഗ്രന്ഥങ്ങൾ എല്ലാം പാകിസ്ഥാനിലാണുള്ളത്. ഞാൻ പേര് പറഞ്ഞപ്പോൾ തന്നെ വന്നോ. ഞാൻ എത്രമാത്രം വല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്റെ മനസ്സിൽ ഈ ചേച്ചിക്ക് പാകിസ്ഥാൻ കാണാൻ ഭയങ്കര ആഗ്രഹം. എങ്ങനെയെങ്കിലും ഈ ചേച്ചിനെ ഒന്ന് പാകിസ്ഥാനിൽ എത്തിക്കുകയാണെങ്കിൽ. പിന്നെ അൻസാരി സൂരി ഉസ്താദ് അത് മാത്രമല്ല, ഇവരുടെ വേദഗ്രന്ഥങ്ങളൊക്കെ ഉള്ള സ്ഥലം ആണ് പാകിസ്ഥാന്. ഇവര് നമ്മളോട് പാകിസ്ഥാനിൽ പോകാൻ പറയുന്നത് അൻസാരി ഉസ്താദ് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. നമ്മളവിടെ പോയിട്ട് പാകിസ്ഥാനിലുള്ള ഇവരുടെ വേദഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് നമ്മളും തീവ്രവാദികളാവണം. ആലോചിച്ച് നോക്കണം. അതുകൊണ്ടാണ് ഇവർ അവരുടെ വേദഗ്രന്ഥങ്ങൾ ഉള്ളത് കാരണമാണ് അൻസാരി സൂരി ഉസ്താദ് ഇവർ സുദർശന ചക്രം കൊണ്ട് ആ വേദഗ്രന്ഥങ്ങൾക്കൊക്കെ കേടാവാതെ വിദഗ്ധമായിട്ട് അങ്ങോട്ട് നശിപ്പിച്ചു. കാരണം ഇവർക്ക് പാകിസ്ഥാൻ ടോട്ടൽ നശിപ്പിക്കാൻ പറ്റില്ല. വേദഗ്രന്ഥങ്ങൾ പുണ്യസ്ഥലങ്ങൾ അവരുടെ. അപ്പം നമ്മളവിടേക്ക് വിടുന്ന എന്തിനറിയോ? ചുളിവിൽ ഇവരുടെ വേദഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് ഇവറ്റകളെ പോലെ ചാണകസംഖ്യ ആവാൻ വേണ്ടിയിട്ടാണ്. ഉസ്താദ് തെറ്റിദ്ധരിച്ച് സൂപ്പറാണെന്ന് പറയാൻ നമ്മൾ നടക്കണ്ട. എന്തിനാ വെറുതെ? അവർക്കൊക്കെ ഇത് പറയാം. അവർക്ക് പാകിസ്ഥാൻ അടിപൊളിയാണ്, അവിടെ പോകാൻ ആഗ്രഹമുണ്ട്, എന്റെ വേദങ്ങൾ പിറന്ന നാടാണ്. എല്ലാ അൻസാരി സൂരി ഉസ്താദ് അവരുടെ വേദങ്ങൾ പിറന്ന നാട്ടിലേക്ക് അവർ പോവുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യൻ ഭരണഘടനയും അനുസരിച്ച് സ്വസ്ഥമായി ജീവിക്കാമല്ലോ. ഇവരവിടെ പോയിട്ട് വേദഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോഴത്തേന് ആ പഠിച്ച ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. തീവ്രവാദികൾ കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ പരസ്പരം അങ്ങോട്ട് വടിയിക്കോളും. ഈ പാവം നല്ല സ്വസ്ഥമായിട്ട് ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നിയമങ്ങളും പരിപാലിച്ചും അനുസരിച്ചും ജീവിക്കുന്ന നമ്മളെന്തിനു പോകണം? കുരുട്ട് ബുദ്ധി നോക്കണം പറ്റുള്ള. അതല്ല നമുക്ക് ഉറങ്ങാം. തീവ്രവാദി പട്ടം മേടിക്കുന്നത് വേണ്ട. അത് മതി.